അന്നും ഇന്നും. അന്ന് ഫോട്ടോ എടുക്കാൻ മാസങ്ങളോളം കാത്തിരുന്നു. കിട്ടുന്ന ഒന്നോ രണ്ടോ പടങ്ങൾ ആൽബത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. ഇന്ന് ഒരു ദിവസം 1000 ഫോട്ടോ എടുത്ത് സ്റ്റോറേജ് നിറഞ്ഞപ്പോൾ ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യുന്നു. അന്ന് സ്വന്തമായി കാറുള്ളവൻ സമ്പന്നനായിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തമായി പാർക്കിംഗ് സ്പേസ് ഉള്ളവൻ യഥാർത്ഥ സമ്പന്നനാകും. അന്ന് വീട്ടിൽ തടി കൊണ്ടുള്ള കസേരകളും മേശകളും ഉണ്ടായിരുന്നു. ഇന്ന് അതേ തടി രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കും ലാമിനേറ്റഡ് ഷീറ്റുകളും വരുന്നു. അന്ന് കുട്ടികൾ കളിച്ചു വീഴുമ്പോൾ കാൽമുട്ടിലെ ചോര തുടച്ച് അമ്മമാർ ഉമ്മ വെച്ചിരുന്നു. ഇന്ന് കുട്ടികൾ നിലത്ത് വീഴുമ്പോൾ താഴെ വീണ ഫോണിന് കേടുപറ്റിയില്ലല്ലോ എന്ന് ആശ്വാസം കൊള്ളുന്നു. അന്ന് വിശക്കുമ്പോൾ അമ്മൂമ്മയുണ്ടാക്കുന്ന നാടൻ പലഹാരങ്ങൾ കൊതിയോടെ കഴിച്ചിരുന്നു. ഇന്ന് ഡെലിവറി ആപ്പിൽ ഓഫർ ഉണ്ടെന്ന് കണ്ടാൽ മാത്രം വിശപ്പ് വരും. അന്ന് സൗഹൃദം പുതുക്കാൻ നാട്ടിൻപുറത്തെ ആൽത്തറകളിൽ മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വഴിയരികിൽ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അന്ന് പാട്ട് കേൾക്കാൻ റേഡിയോയിലെ ഫ്രീക്വൻസി കൃത്യമായി തിരിച്ചു വെച്ചിരുന്നു. ഇന്ന് അൽഗോരിതം തീരുമാനിക്കുന്ന പാട്ടുകൾ നമ്മുടെ മുൻപിലേക്ക് വരും. അന്ന് ഒരു വിവരമറിയാൻ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മണിക്കൂറുകളോളം പരതുമായിരുന്നു. എന്നാൽ ഇന്ന് വിരൽത്തുമ്പിൽ എല്ലാ അറിവും ഉണ്ടെങ്കിലും 3 വരി വായിക്കാനുള്ള ക്ഷമ പോലുമില്ലാതെ സ്ക്രോൾ ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച ജീവിതം എളുപ്പമാക്കിയെങ്കിലും ആ അനായാസതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കൊച്ചു കൊച്ചു അനുഭൂതികളെ ഓർമ്മിപ്പിക്കാൻ ഈ ചിന്തകൾ ഉപകരിക്കട്ടെ.